ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് യൂണോക്കാർഡൊക്കെ കളിക്കാതിരിക്കുമ്പോഴാണ് ചായ കുടിക്കാൻ പോയാലോ എന്നുള്ള പ്ലാൻ വന്നത്. അയ്യോ, ചായ അല്ല കേട്ടോ, സോഡ സർവത്ത്. ഈ നഗ്നമായ സത്യം ഞാൻ അവിടെ എത്തിയതിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത്. സർവത്തിൻ്റെ കട കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കോഫി വേണ്ട ചായ മതി പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കിയപ്പോഴാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത്. ചായ കുടിക്കാനല്ല വന്നിക്കണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആൺപാടൊരു വണ്ടിയിലും പെൺപാടൊരു വണ്ടിയിലും ആയിട്ട് രണ്ട് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. ആ വണ്ടി എവിടെയാണോ നിർത്തുന്നത് അവിടെ നമ്മൾ നിർത്തും. എന്താ വെച്ചാൽ അവരെങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാനൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു കട കണ്ടുപിടിച്ചു. ഞാർക്കൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള കണക്കെടുപ്പാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു കണക്കെടുപ്പിന്റെ ഇടയിലാണ് ഞാൻ ആദ്യം തന്നെ ചാടി കയറിയിട്ട് എനിക്ക് കോഫി വേണ്ട ചായ മതി പറഞ്ഞത്. ആ കട കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു അത് ചായക്കടയില്ല എന്നുള്ളത്. ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള സോഡ സർബത്താണ് വന്നത്. പിന്നെ അതിന്റെ പിന്നാലെ മോര് സോഡ വന്നു. മോര് സോഡ തന്നെ ഒന്ന് അതിന് പറയാം. എന്തോ ഇതൊറ്റ പേർക്ക് കുടിച്ചാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കുടിയാണ് കാണുന്നത്. പിന്നെ വന്നത് നമ്മുടെ നെല്ലിക്ക കാന്താരിയാണ്. നെല്ലിക്ക കാന്താരിയുടെ ഒരു കൂടുമ്പോൾ സോഡ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് അപ്പുറത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. രണ്ടും കൂടെ ഒരു ബാലൻസ് ആയിട്ട് പോകാൻ. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ നേരത്ത് ആർക്കാ കിൻഡർ ജോയ് വേണ്ടതെന്ന് എനിക്ക് ചോദിച്ചേ ഓർമ്മയുള്ളൂ. ഓരോരുത്തരെ രണ്ട് കൈയൊക്കെ പൊന്തിയിരുന്നു. ഒക്കെ പോത്ത് പോലെ വളർന്നെങ്കിലും കിൻഡർ ജോയ്ക്ക് മുന്നിൽ പ്രായം ഒരു വിഷയമേ ഇല്ല. ഞങ്ങളാരും കിൻഡർ ജോയ് വാങ്ങിയത് മെയിനായിട്ട് അതിനുള്ളിലത്തെ ചോക്ലേറ്റ് അല്ല, അതിലത്തെ ടോയ്ക്കാണ്. ചോക്ലേറ്റ് ഒക്കെ നൈസായി പൊട്ടിച്ച് കഴിക്കാണ്ട് മാറ്റി വെച്ച് പിന്നെ ടോയ് നേരാക്കായിരുന്നു. എന്തൊരു ആത്മാർത്ഥതയെന്ന്. ഫ്ലാഷ് ഒക്കെ ഓണാക്കിയിട്ട് വരെയാണ് നേരാക്കിയിരുന്നു. വീട്ടിലെത്തി കുട്ടികളൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാതിരുന്നിട്ടും ഞങ്ങളത് നേരാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർ ഓരോ മൂലക്ക് നിന്ന് അതിന്റെ പണിയിലായിരുന്നു. എന്ത് സീരിയസ് ആയിട്ട് എല്ലാവരും പണിയെടുക്കുന്നത് നോക്കുന്നത്. ഇന്റെ മിന്നു പരീക്ഷയ്ക്ക് പോലും പഠിക്കാൻ ഇത്ര അധികം കഷ്ടപ്പെട്ടുണ്ടാവൂല. അങ്ങനെ ഫൈനലി കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എല്ലാവരും ടോയ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.